ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് ടെസ്റ്റാണ്. യൂണിറ്റ് 1 ടെൻഡർ ടച്ചിൻ്റെ യൂണിറ്റ് ടെസ്റ്റാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ വീഡിയോക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കുക. അത് വളരെ സന്തോഷമാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ക്ലാസ് 3യിലെ മറ്റ് വീഡിയോസൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് യൂണിറ്റ് ടെസ്റ്റിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. യൂണിറ്റ് ടെസ്റ്റ് ടെൻഡർ ടച്ച്. നമ്പർ 1, ഡിസ്ക്രൈബ് ദ പിക്ചർ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 22ലെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ സെൻറ്റൻസിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ സാഷാസ് മദർ ക്ലീനിങ് ദ ഫാൻ അല്ലേ? സാഷയുടെ മദർ ഫാൻ ക്ലീൻ ചെയ്യുന്നു. ഹെർ ഫാദർ ഈസ് കുക്കിംഗ്. എന്താണ്? അച്ഛൻ കുക്ക് ചെയ്യാണ്. സാഷ ഈസ് വാഷിംഗ് പ്ലേറ്റ്സ്. സാഷ പ്ലേറ്റുകളൊക്കെ വാഷ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഒക്കെ എടുത്ത് ഈ പിക്ചറിനെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ. നമ്പർ 2, റൈറ്റ് ദ റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് എഴുതാനുള്ളതാണ്. ബാറ്റ്, ക്യാറ്റ്, 2 എണ്ണമാണ് തന്നിട്ടുള്ളത്. ഇനി 2 എണ്ണം നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അവസാനിക്കുന്നത് സൗണ്ട് എന്താണ്? ആറ്റ്, ആറ്റ്, ആറ്റ് അല്ലേ? അപ്പോൾ ബാറ്റ്, ക്യാറ്റ്, മാറ്റ്, ഫാറ്റ്. അടുത്തത് ബോൾഡ്, കോൾഡ്, പിന്നെ അടുത്തതായിട്ട് ഓൾഡ്. ഓൾഡ് എന്ന് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോൾഡ്, ഹോൾഡ്. ഓക്കെ. അടുത്തത് ക്രൗൺ, ബ്രൗൺ. ഇനി അതിന് റൈമിംഗ് ആയിട്ട് അതേപോലെ വരുന്നത് ഡൗൺ, ഫ്രൗൺ. മനസ്സിലായല്ലോ? ഇനി നമ്പർ 3, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഇവിടെ തന്നിട്ടുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സാഷയും കവിതയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. സാഷ, ഗുഡ് മോർണിംഗ് കവിത. ഇപ്പോൾ കവിത എന്താണ് പറയേണ്ടത്? ഗുഡ് മോർണിംഗ് അല്ലേ? ഇപ്പോൾ സാഷ ചോദിക്കുന്നത് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. വൈ ഡിഡ് യു റൺ യെസ്റ്റർഡേ? എന്താണ് ഇന്നലെ നീ ഓടിപ്പോയത്? അപ്പോൾ കവിത എന്താണ് പറയേണ്ടത്? കവിത എന്തുകൊണ്ടായിരിക്കും ഓടിപ്പോയത്? ഐ ആം അഫ്രൈഡ്. ഞാൻ പേടിച്ചിരുന്നു, എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഓടിപ്പോയത്. ഐ ആം അഫ്രൈഡ്. സാഷ, ഇൻ വിച്ച് സ്കൂൾ ആർ യു സ്റ്റഡിയിങ്? നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കവിത അപ്പോൾ എന്താ പറയുക? കവിത പഠിക്കുന്നുണ്ടോ? ഇല്ല. ഐ ആം നോട്ട് സ്റ്റഡിയിങ്. ഞാൻ പഠിക്കുന്നില്ല. സാഷ, ഡു യു ലൈക്ക് ടു സ്റ്റഡി? അപ്പോൾ സാഷ അവളോട് ചോദിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ? കവിത എന്താ പറയുക? ഇഷ്ടമാണ് അല്ലേ? ഐ ലൈക്ക് വെരി മച്ച്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോൾ സാഷ ചോദിക്കുകയാണ്. സാഷ പറയുന്നത് എന്താണ്? അവൾക്ക് പഠിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ സാഷ പറയുകയാണ്, ഐ വിൽ ടെൽ ഇറ്റ് ടു അവർ ടീച്ചർ. ഞാനിത് ഞങ്ങളുടെ ടീച്ചറോട് പറയാം. ഷീ വിൽ ഹെൽപ്പ് യു. ടീച്ചർ നിന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കവിത എന്തായിരിക്കും പറയുക? താങ്ക് യു സോ മച്ച്. കോൺവെർസേഷൻ മനസ്സിലായല്ലോ? അടുത്തത് നമ്പർ 4, റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. ഓർഡറിൽ ഈ ഇവൻറ്റ്സ് എഴുതണം. ഈ നമ്മുടെ സ്റ്റോറിയിൽ സാഷയുടെയും നവീൻ്റെ സ്റ്റോറിയിലുള്ള ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എ, സാഷ ആൻഡ് നവീൻ ഹിയർഡ് സംവൺ സിംഗിങ് എ സോങ്. സാഷയും നവീനും ആരോ ഒരാൾ പാടുന്നത് കേട്ടു. ബി, കവിത ജോയിൻഡ് ഇൻ ദ സ്കൂൾ. കവിത സ്കൂളിൽ ജോയിൻ ചെയ്തു, ചേർന്നു. സി, എ പുവർ ഗേൾ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. ഒരു പാവം കുട്ടി ആ ജനാൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഡി, സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. സാഷയും നവീനും ബെല്ല് അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് എത്തിയത്. ഇ, സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷയും നവീനും ആ പെൺകുട്ടിയെ മരത്തിൻ്റെ അടുത്തായിട്ട് കണ്ടു. ഇതിൽ ആദ്യം വന്നിരിക്കുന്നത് എന്തായിരിക്കും?
സാഷയും നവീനും സ്കൂളിലെത്തിയത് അല്ലേ? സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. ഡി. ഇനി അടുത്ത ഇവൻ്റ് എന്താണ്? സി ആണ്. എ പുവർ ഗേൾ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. അടുത്ത ഇവൻ്റ് എ. സാഷ ആൻഡ് നവീൻ ഹിയർഡ് സംവൺ സിംഗിങ് എ സോങ്. അടുത്ത ഇവൻ്റ് 4 ഏതാണ്? ഇ ആണ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷയും നവീനും ആ പെൺകുട്ടിയെ മരത്തിൻ്റെ അടുത്തായിട്ട് കണ്ടു. അവസാനം ഇതിലെ ഇവൻ്റ് എന്താണ്? കവിത ജോയിൻഡ് ഇൻ ദ സ്കൂൾ. കവിത സ്കൂളിൽ ജോയിൻ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ 5. ആഡ് മോർ ലൈൻസ്. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഇനി അതുപോലെ നമ്മൾ ഈ വേർഡ്സ് യൂസ് ദീസ് വേർഡ്സ് ട്രീസ്, ഫിഷസ്, ഫ്രോഗ്സ്, ബോട്ട്സ്, ജമ്പിങ്, സെയിലിംഗ്, സ്വേയിങ്, സ്വിമ്മിങ്. അപ്പോൾ ഇവിടെ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അതേപോലെ നമുക്ക് ട്രീസിന് എഴുതുകയാണെങ്കിലോ ദ ട്രീസ് ആർ swaying ഇൻ ദ വിൻഡ്. ഓക്കെ. പിന്നെ ഫിഷസ്, ദ ഫിഷസ് ആർ സ്വിമ്മിങ് ഇൻ ദ പോണ്ട്. ഓക്കെ. അടുത്ത ഫ്രോഗ്സ്, ദ ഫ്രോഗ്സ് ആർ ജമ്പിങ് ഓൺ ദ ലാൻഡ്. നിലത്ത് കൂടെ ചാടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.